ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഡൈവർട്ടർ നമ്മൾ ഒട്ടിക്കാറുണ്ട്. ഡൈവർട്ടർ പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ നമ്മളൊന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് പല ടൈപ്പ് ഡൈവർട്ടർ അവൈലബിൾ ആണ്. തെർമോസ്റ്റാറ്റ് ഡൈവർട്ടർ, നോർമൽ ഹൈ ഫ്ലോ ഡൈവർട്ടർ, ലോ ഫ്ലോ ഡൈവർട്ടർ, അതുപോലെ തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് സെറയുടെ ഡൈവർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ആദ്യമേ തന്നെ നോക്കാം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇതൊക്കെ കറക്റ്റായിട്ട് അത് മാർക്കിംഗ് ഉണ്ട്. റൈറ്റ് സൈഡ് എപ്പോഴും പച്ചവെള്ളമായിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡ്, അതായത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് എപ്പോഴും ചൂടുവെള്ളവും, അതായത് ഈ കാണുന്ന റൈറ്റ് സൈഡ് ഉണ്ട്, ആ റൈറ്റ് സൈഡ് എപ്പോഴും പച്ചവെള്ളവും, ലെഫ്റ്റ് സൈഡ് എപ്പോഴും ചൂടുവെള്ളവും, താഴെ സ്പൗട്ട്, മുകളിലേക്ക് ഷവർ എന്ന സിസ്റ്റമാണ് വരുന്നത്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളം കാര്യങ്ങളും ഇതിൻ്റെ പൈപ്പ് തന്നെയാണ് പച്ചവെള്ളത്തിനും കൊടുത്തിരിക്കുന്നത്. അതിനെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്ത് പച്ചവെള്ളത്തിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ മൊത്തം പൈപ്പ് ഉരുപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡൈവർട്ടർ എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതാണ്. ഈ ഡൈവർട്ടറിൽ കാണണം മിനിമം മാക്സിമം ഇന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മിനിമം മാക്സിമം എന്ന് ഉദ്ദേശിക്കുന്നത് ടൈലിൻ്റെ ശേഷം, ടൈൽ ഫിനിഷ് ചെയ്തതിന് ശേഷം അവസാനം വരുന്ന എഫക്റ്റാണ് മിനിമം മാക്സിമം. അതിന് മുകളിലേക്ക് പോകാനും പാടില്ല, അതിന് മുകളിലേക്ക് അതിന് താഴേക്ക് പോകാനും പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ലിവർ കാര്യങ്ങൾ, അതായത് ഡൈവർട്ടറിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ നോക്കിയാൽ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം ഒരു ബ്ലേഡിൻ്റെ കനം കറക്റ്റ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലേഡിൻ്റെ കനമായിരിക്കും ഏകദേശം ഒരു ടൈലിൻ്റെ ലെവൽ വരുന്നത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിൻ്റെ മെയിനിലെ കേസാണ്ട് ഊരി കളയാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു CPയുടെ ഒരു ഡിവൈസ് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഷവറിൻ്റെ പുഷ് ബട്ടണാണ് വരുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ വെച്ച് നോക്കുക. ഒരു ബ്ലേഡ് പരന്ന രീതിയിൽ തന്നെ ആദ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ നമുക്കവിടെ കിട്ടണം. അതായത് അതിൻ്റെ ബ്രാസ് മൊത്തം മൂടി പോകുന്ന രീതിയിൽ കൊടുത്തിരിക്കണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ഒരു ബ്ലേഡ് നമ്മൾ വെക്കുന്ന സമയത്ത് കണ്ടോ, ഈ CP ഇതായിരിക്കണം നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജ് വരേണ്ടത്. അത് വളരെ സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ബ്ലേഡ് നമ്മൾ എടുക്കുക, ഒരു ഹാക്സ ബ്ലേഡ് എടുക്കുക. ബ്ലാക്ക് ബ്ലേഡ് എടുത്തതിന് ശേഷം ഡൈവർട്ടർ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലേഡിൻ്റെ കനമായിരിക്കും നമ്മുടെ ടൈലിൻ്റെ കനം. അത് വന്ന് നിൽക്കുന്നത് CPയുടെ ആ പറയുന്ന പുഷ് ബട്ടൻ്റെ എൻഡായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതാണ് നമ്മുടെ ഫിനിഷിങ്. അതായത് ടൈല് ആ ലെവലിൽ വന്ന് നിൽക്കണം. ആ ലെവലിൽ വന്ന് നിന്നാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ലിവർ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തട്ടാതിരിക്കുകയുള്ളൂ. അത്രയും സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്കിത് പിടിപ്പിക്കാം. അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെറയ്ക്കാണ് അങ്ങനെ കൂടുതൽ വരുന്നത്, കുറച്ച് ആഴം കൂടുതൽ വരുന്നത് സെറയാണ് വരുന്നത്. ജാഗൂർ ഇത്രയും ആഴം കൂടുതൽ വരാറില്ല. ജാഗറും ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ലോ ഫിനിഷിംഗ് സ്റ്റേജ് ലോയും മാക്സിമം കറക്റ്റായിട്ട്, മിനിമം മാക്സിമം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. അതായത് ആ പ്ലേറ്റിലാണ് ലിവർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ പ്ലേറ്റിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് അകത്തേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെവലല്ല നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ പ്ലേറ്റിൽ വന്നിട്ട് നമ്മൾ പുഷ് ബട്ടൺ ആണെങ്കിലും അമർന്ന് നിൽക്കും. പിന്നെ അത് കറക്റ്റായിട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അത് മിനിമം മാക്സിമം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ലെവലിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മിനിമം മാക്സിമം എന്ന് പറയുന്നത് ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ലെവലാണ് ഫിനിഷിംഗ് സ്റ്റേജാണ് മിനിമം മാക്സിമം എന്ന് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അല്ലാതെ നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നുള്ള ലെവലല്ല എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു ഡൈവർട്ടർ എങ്ങനെ ഒട്ടിക്കാമെന്ന് ഏകദേശം അതിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. Thank you.